കൊളിഷൻസ് മിനിമൈസ് ചെയ്യും വേണം, അതേപോലെ തന്നെ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാനും കഴിയണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ടൈപ്പ് കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്സാണ് ഇവിടെ ഉള്ളത്. സെപ്പറേറ്റ് ചെയിനിങ് ഓർ ഓപ്പൺ ഹാഷിംഗ്, ലീനിയർ പ്രോബിംഗ് ഓർ ലീനിയർ സെർച്ചിങ്, ഓപ്പൺ അഡ്രസ്സിംഗ് ഓർ ക്ലോസ്ഡ് ഹാഷിംഗ്, ദെൻ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്. അപ്പോൾ ഇത്രയും ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് കൊളിഷൻസ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സെപ്പറേറ്റ് ചെയിനിങ് ഓർ ഓപ്പൺ ഹാഷിംഗ് ആണ്. സെപ്പറേറ്റ് ചെയിനിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്. അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്ക്. എന്താണ്? സെപ്പറേറ്റ് ചെയിനിങ് ആണ്. ഒരു പക്ഷേ ഇത് വൺ വേർഡിന് ചോദിക്കും കേട്ടോ. ഇറ്റ് ഈസ് യൂഷ്വലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ലിങ്കഡ് ലിസ്റ്റ്. ഇൻ സെപ്പറേറ്റ് ചെയിനിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ ഹാഷ് ടേബിൾ ഈസ് എ ലിങ്കഡ് ലിസ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നത് ലിങ്കഡ് ലിസ്റ്റ് ആയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിങ്കഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഓരോ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലിങ്കഡ് ലിസ്റ്റും കൊണ്ടുവരും. നമുക്ക് ഫിഗർ കാണിച്ചു തരാം. ടു സ്റ്റോർ എൻ എലമെൻറ്റ് ഇൻ ദ ഹാഷ് ടേബിൾ യു മസ്റ്റ് ഇൻസേർട്ട് ഇൻ ടു സ്പെസിഫിക് ലിങ്ക്. അപ്പോൾ നമ്മളൊരു എലമെൻറ്റ് ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ അതോടുകൂടി തന്നെ നമ്മൾ ആ വാല്യൂവിനെ പിടിച്ചിട്ട് ഒരു ലിങ്ക് ലിസ്റ്റിലേക്കും കൂടെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇഫ് ദർ ഈസ് എനി കൊളിഷൻ ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് സെയിം ഹാഷ് വാല്യൂ ദെൻ സ്റ്റോർ ബോത്ത് ദ എലമെൻറ്റ്സ് ഇൻ ദ സെയിം ലിങ്ക്സ്. ചില കേസുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ സെയിം ഹാഷ് വാല്യൂ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊക്കെ പിടിച്ചിട്ട് ഒറ്റ ലിങ്ക് ലിസ്റ്റ് ആക്കിയാണ് മാറ്റും. അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലല്ലോ. മറ്റേ എവിടെയെങ്കിലും പോയി കൊളിഷൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ലിങ്ക് ലിസ്റ്റ് ആകുമ്പോൾ അത് വെച്ചിട്ട് അവർക്ക് പിന്നെ കമ്പാരിസൺ നടത്തിയാൽ മതി. ഇതാണ് ഫിഗർ. ഇപ്പോൾ ഫസ്റ്റിന് കണ്ടോ ഒറ്റ വാല്യൂ ഉള്ളൂ, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നെക്സ്റ്റ് കേസ് വന്നപ്പോൾ 2 വന്നു, പിന്നൊരു കേസ് വന്നപ്പോൾ 3 വന്നു. അതായത് ഇതൊക്കെ സെയിം ഹാഷ് വാല്യൂ ആണ്. ഹാഷ് ഫംഗ്ഷൻ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയൊക്കെ സെയിം ആയതുകൊണ്ട് അതിനൊക്കെ പിടിച്ച് ഒറ്റ ലിങ്ക് ലിസ്റ്റാക്കി മാറ്റി. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിട്ട് മാറി. പിന്നെ ഇതിനൊക്കെ ഓരോന്നുള്ളൂ. ഇതിനെത്തിയപ്പോൾ 2 ആയിട്ടോ. അപ്പോൾ എന്താണ് സെപ്പറേറ്റ് ചെയിനിങ് എന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് നമ്മൾ ഹാഷ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ലിങ്ക് ലിസ്റ്റും കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. മറ്റേത് അപ്പോൾ ഒന്നിൽ കൂടുതൽ കേസുകൾ വന്നാൽ, അതായത് കൊളിഷൻസ് വന്നാൽ എന്ത് ചെയ്യും? ആ വാല്യൂസിനൊക്കെ പിടിച്ചിട്ട് ലിങ്ക് ലിസ്റ്റാക്കി മാറ്റും. അപ്പോൾ അത് ത്രൂ നമുക്ക് ആക്സസിങ് ഈസി ആയിട്ട് മാറും. അതാണ് അതിൽ പറയുന്ന ഐഡിയ. ദെൻ ലീനിയർ പ്രോബിംഗ് ഓർ ലീനിയർ സെർച്ചിങ്. ഇതിൻ്റെ കേസ് വരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ഓൾ എൻട്രി റെക്കോർഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ദ അറേ ഇറ്റ് സെൽഫ്. ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം ആരെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അരേനെയാണ് യൂസ് ചെയ്യുന്നത്. When a new entry has to be inserted, the hash index of the hash value is computed and then array is examined, starting from the hashed index. നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ? നമുക്ക് സപ്പോസ് ഒരു എൻട്രി ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സെർച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ആദ്യം നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും, ഹാഷ് ഇൻഡെക്സ് എന്താണ്. എന്നിട്ട് നമ്മൾ അരേ എക്സാമിൻ ചെയ്ത് നോക്കും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് ചിലപ്പോൾ അങ്ങനെ ഇൻഡെക്സിൽ വാല്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ അതിലെന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കാണണം. ഇഫ് ദ സ്ലോട്ട് അറ്റ് ദ ഹാഷ് ഇൻഡെക്സ് ഈസ് അൺഒക്യുപ്പൈഡ് ദെൻ ദ എൻട്രി റെക്കോർഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സ്ലോട്ട് അറ്റ് ദ ഹാഷ് ഇൻഡെക്സ്. സപ്പോസ് ഇനി അവിടെ ഒന്നും ഒക്യുപ്പൈ ചെയ്യുന്നില്ല, അതിൻ്റെ ഹാഷ് ഇൻഡെക്സ് നമ്മൾ പോയപ്പോൾ അവിടെ വേറെ വാല്യൂ ഒന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാം. അതല്ല, ഇറ്റ് പ്രൊസീഡ് ഇൻ സം പ്രോബ് സീക്വൻസ് അണ്ടിൽ ഇറ്റ് ഫൈൻഡ് അൺഒക്യുപ്പൈഡ് സ്ലോട്ട്. അതല്ല, ഇനി അവിടെ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രോബ് സീക്വൻസ്, അതായത് നമ്മുടെ സീക്വൻഷ്യൽ സെർച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് എവിടെ വരെ പോകണം? അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവരെ നമുക്ക് സെർച്ചിങ് ചെയ്യണം. ഓക്കെ. Then the probe sequence is the sequence that is followed while traversing through entries. പ്രോബ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്യണം. എൻട്രീസ് ത്രൂ ട്രാവേഴ്സിങ്, വിസിറ്റ് ചെയ്യണം. ഓരോ എലമെൻറ്റിനും വിസിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ സ്പേസ് ഉണ്ടോ, ഒക്യുപ്പൈഡ് ആണോ അൺഒക്യുപ്പൈഡ് ആണോ എന്ന് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ ഡിഫറെൻറ്റ് പ്രോബ് സീക്വൻസ് യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് ബിറ്റ്വീൻ സക്സസീവ് എൻട്രി സ്ലോട്ട്സ് ഓർ പ്രോബ്സ്. നമ്മളിങ്ങനെ പ്രോബ് സീക്വൻസ് ചെയ്യുമ്പോൾ ഓരോന്നും തമ്മിലുള്ള സക്സസീവ് ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ സ്ലോട്ട്സുകൾ തമ്മിലുള്ള ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നോർമലി 1 ആണ് ഇൻ്റർവെൽ വരിക. വെൻ ദ സെർച്ചിങ് ഫോർ എൻ എൻട്രി ദ അറേ ഈസ് സ്കാൻഡ് ഇൻ ദ സെയിം സീക്വൻസ്. ഒരു എൻട്രി സെർച്ച് ചെയ്യുമ്പോൾ അറേ സ്കാൻ ചെയ്യുന്ന സെയിം സീക്വൻസിലായിരിക്കും. ഏത് വരെയാണ്? നമ്മുടെ ടാർഗറ്റ് എലമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വരെ, അല്ലെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്ലോട്ട് കിട്ടുന്നത് വരെ. ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഇസ് നോ സച്ച് കീ ഇൻ ദ ടേബിൾ. ദ name is open addressing refers to the fact that the location or address of the item not determine its hash value. ഈ ഓപ്പൺ അഡ്രസ്സിങ് അല്ലെങ്കിൽ ലീനിയർ പ്രോബിംഗ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാല്യൂവിൻ്റെ ലൊക്കേഷൻ ഒരിക്കലും നമ്മുടെ ഹാഷ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ലീനിയർ പ്രോബിംഗ് അല്ലെങ്കിൽ ഓപ്പൺ അഡ്രസ്സിങ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ഹാഷ് ഇൻഡെക്സ് വെച്ചിട്ട് ചെക്ക് ചെയ്യും, അതിനകത്ത് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, അവിടെ വേക്കൻ്റായി കിടക്കുകയാണോ ചെക്ക് ചെയ്യും. അങ്ങനെ വേക്കൻ്റായി കിടക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ വാല്യൂ കൊണ്ടുപോയിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യും.
അതെല്ലാം അവിടെ വാല്യൂ ഉണ്ട്, എന്തോ ഒക്യുപ്പൈഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടക്കുന്ന സ്ലോട്ട് ഏതാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യും. അതാണ് ഓപ്പൺ അഡ്രസ്സിങ് അല്ലെങ്കിൽ ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇതിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഹാഷ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ലൊക്കേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഇൻസേർട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് സെർച്ചിങ് ചെയ്യണമെങ്കിൽ ഓരോ വാല്യൂസും ട്രാവേഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത്രയാണ് ഓപ്പൺ അഡ്രസ്സിങ്ങിൻ്റെ കേസ് അല്ലെങ്കിൽ ലീനിയർ പ്രോബിങ്ങിൻ്റെ കേസ് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ലീനിയർ പ്രോബിങ്ങിൻ്റെ ഓരോ വാല്യൂസ് പ്രോബ്സും തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി 1 ആയിരിക്കും. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ ഹാഷ്ഡ് ഇൻഡെക്സ് ഫോർ എ പെർട്ടിക്കുലർ എൻട്രി ഈസ് ഇൻഡെക്സ്. ഒരു ഹാഷ്ഡ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ എൻട്രിയിൽ നമ്മൾ നോർമലി ഇൻഡെക്സ് എന്നാണ് പറയുക. ദ പ്രോബിംഗ് സീക്വൻസ് ഫോർ എ ലീനിയർ പ്രോബിംഗ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് മോഡുലസ് ഹാഷ് ടേബിൾ സൈസ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് +1 മോഡുലസ് ഹാഷ് ടേബിൾ. അതാണ് പറഞ്ഞത് നമ്മൾ ഇൻ്റർവെൽ എന്താ കൊടുക്കുന്നത്, +1 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ +1 ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണ്. കാരണം എന്തിനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ അയ്യോ അത് ശ്രദ്ധിക്കണമല്ലോ. എന്തിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അറിയില്ലേ. കൊളിഷന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വേണം മനസ്സിലാക്കണം. ഓപ്പൺ അഡ്രസ്സിങ് അല്ലെങ്കിൽ ലീനിയർ പ്രോബിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കൊളിഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഒരു വാല്യൂ കണ്ടെത്തി അവിടെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു പക്ഷേ കൊളിഷൻ നടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ഇൻഡെക്സ് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു വേക്കൻ്റായി കിടക്കുന്ന സ്ലോട്ട് പോയിട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ വേറൊരു ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും, +1 ചെയ്തിട്ട് എന്നിട്ട് വേറെ ഇൻഡെക്സ് അങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ എത്തുമ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ഓക്കെ, ദെൻ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. Quadratic probing is similar to linear probing, and the only difference is the interval between successive probes or entry slots. എൻട്രി സ്ലോട്ട്സുകൾക്കിടയിലുള്ള ഇൻ്റർവെല്ലിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ലീനിയർ പ്രോബിങ്ങിൻ്റെ സിമിലർ ആണ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. Here when the slot at the hashed index for an entry record is already occupied, എങ്ങാനും ഓൾറെഡി occupied ആണ് അതിൻ്റെ എൻട്രി റെക്കോർഡ് എങ്കിൽ you must start traversing until you find the unoccupied slot. ഓൾറെഡി അതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ മറ്റേ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. The interval between slot is computed by adding the successive value of an arbitrary polynomial original hash value. മറ്റേ നമ്മൾ +1 ആണല്ലോ ഇൻ്റർവെല്ലിൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയത്. ഇവിടെ പക്ഷേ അതിൻ്റെ ആർബിട്രറി പോളിനോമിയലാണ് ആഡ് ചെയ്യുക. കണ്ടോ, ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് +1² മോഡുലസ് ഹാഷ് ടേബിൾ 2² മോഡുലസ് ഹാഷ് ടേബിൾ. അതാണ് ഡിഫറൻസ് ഉള്ളത്. Let us assume that the hash index for an entry is index and the index there is another occupied slot. The probe sequence is as follows. പോളിനോമിയൽ വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഇസ് എന്താണ്, ഡബിൾ ഹാഷിംഗ്. ഡബിൾ ഹാഷിംഗ് ഈസ് സിമിലർ ടു ലീനിയർ പ്രോബിംഗ് ആൻഡ് ഓൺലി ഡിഫറൻസ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് പ്രോബ്സ്. ഇവിടെ നമ്മൾ പറയുന്ന ലീനിയർ പ്രോബിന് സിമിലർ ആണ്, പക്ഷേ സക്സസീവ് പ്രോബ്സ് തമ്മിലുള്ള ഇൻ്റർവെല്ലിലാണ് ഡിഫറൻസ് ഉള്ളത്. Here the interval between probes is computed by using 2 hash functions. 2 ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇൻ്റർവെല്ല് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ലീനിയർ പ്രോബിൻ്റെ കേസിൽ +1 ആണ് ചെയ്തിരുന്നത്. നമ്മൾ ക്വാഡ്രാറ്റിക്കിൻ്റെ കേസ് വന്നപ്പോൾ പോളിനോമിയൽ വെച്ച് ആഡ് ചെയ്യാൻ തുടങ്ങി. 1² 2² 3² ആണ്. ഇവിടെ കേസ് വന്നപ്പോൾ 2 ഹാഷ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. Let us say that the hashed index for an entry record is an index that is computed by one hashing function and the slot at the index is already occupied. നമ്മൾ ഹാഷിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് സ്ലോട്ട് കണ്ടുപിടിച്ചു, പക്ഷേ അത് ഓൾറെഡി ഓക്യുപ്പൈഡ് ആണെങ്കിൽ യു മസ്റ്റ് സ്റ്റാർട്ട് ട്രാവേഴ്സിങ് ഇൻ എ സ്പെസിഫിക് പ്രോബിംഗ് സീക്വൻസ് ടു ലുക്ക് ഫോർ എൻ അൺഒക്യുപ്പൈഡ് സ്ലോട്ട്. നമ്മൾ എന്ത് ചെയ്യണം, ട്രാവേഴ്സിങ് ചെയ്തുകൊണ്ട്, അതായത് വിസിറ്റിംഗ് ചെയ്തുകൊണ്ട് നമ്മൾ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് +1 ഇൻഡെക്സ് എക്സ് മോഡുലസ് ടേബിൾ സൈസ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഡെക്സ് ആഡ് ചെയ്യുക, ഹാഷ്ഡ് ഇൻഡെക്സിനും കൂടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ലൊക്കേഷനൊക്കെ പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു 2 ഇൻഡെക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ഒരുപാട് കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്സാണ് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് ഈ കൊളിഷൻ റെസൊല്യൂഷൻ ടെക്നിക്സ് എന്നറിയില്ലേ, നമ്മൾ ഹാഷ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ സപ്പോസ് അത് ഓക്യുപ്പൈഡ് ആണെങ്കിൽ അവിടെ റിപ്പീറ്റേഷൻ വന്നാൽ അത് കൊളിഷൻ നടക്കും. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യാനൊക്കെ വേറെ ലൊക്കേഷൻ, വേക്കൻ്റായി കിടക്കുന്ന ലൊക്കേഷൻ പോയി ഫൈൻഡ് ഔട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ കൊളിഷൻ സോൾവ് ചെയ്യാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നോട്ടിൽ എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മളുടെ ഹാഷ് ടേബിൾസ് അല്ലെങ്കിൽ ഹാഷ് ടെക്നിക്കിൻ്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് കൊണ്ടുവരുന്നത് നോക്കാം.
ഫസ്റ്റ് അസോസിയേറ്റീവ് അറേസിലാണ് ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഹാഷ് ടേബിൾസ് ആർ കോമൺലി യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് മെനി ടൈപ്സ് ഓഫ് memory tables. They are used to implement associative arrays. Array whose indices are arbitrary strings or other complicated objects. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്തായിരുന്നു? അസോസിയേറ്റീവ് അറേയിൽ, അതായത് നമ്മൾ മെമ്മറി ടാബിൾസ് ഇല്ലേ, അസോസിയേറ്റീവ് മെമ്മറി ഒക്കെ ഇല്ലേ, അതിനകത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരം ഹാഷ് ടേബിൾ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യാൻ കഴിയും. അത് യൂസ് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂവിനെ ആക്സസ് ചെയ്യാൻ കഴിയും. നമ്മൾ അസോസിയേറ്റീവ് മെമ്മറിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ് മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് ടേബിൾ പോലെ എന്ന് വെച്ചാൽ അഡ്രസ്സ് ഒന്ന് വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊന്ന് കീപ്പ് ചെയ്യുക, ഡയറക്റ്റായിട്ട് ആ വാല്യൂ പോയിട്ട് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഡാറ്റാബേസ് ഇൻഡെക്സിങ്. ഹാഷ് ടേബിൾ മേ ഓൾസോ യൂസ് in disk-based data structures and database indices such as DBMS. DBMS പോലെയുള്ള ഡാറ്റാബേസ് മെക്കാനിസത്തിലൊക്കെ നമ്മൾ ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഹാഷ് ടേബിൾ മെക്കാനിസം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്യാഷെ. Hash table can be used to implement cache. Auxiliary data tables that are used to speed up the access to data which is primarily stored in slower media. ആദ്യം നമ്മൾ സ്ലോവർ മെമ്മറിയിലായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ CPU-ന് ഫാസ്റ്റസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ക്യാഷെ യൂസ് ചെയ്യും. ഈ ക്യാഷെ മെമ്മറിയിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? നമ്മുടെ ഹാഷിംഗ് ടെക്നിക്കാണ്. അവിടെ യൂസ് ചെയ്യുന്നത് ഹാഷ് ടേബിൾസ് ആണ്. ഇതും ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. Then object representation. Several dynamic languages such as Perl, Python, JavaScript, Ruby has use hash tables to implement objects. ഒബ്ജക്ട്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ലാംഗ്വേജസിലൊക്കെ ഒബ്ജക്റ്റിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാഷ് ടേബിൾ മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. ഹാഷ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ഇൻ വേരിയസ് അൽഗോരിതംസ് ടു മേക്ക് ദെയർ കമ്പ്യൂട്ടിംഗ് ഫാസ്റ്റർ. ഹാഷ് ഫങ്ഷൻസ് ഒക്കെ ഒരുപാട് ടൈപ്പ് നമ്മൾ അൽഗോരിതത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കമ്പ്യൂട്ടിങ് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. എന്തൊക്കെയാണ്? അസോസിയേറ്റീവ് മെമ്മറി, ഡാറ്റാബേസ് ഇൻഡെക്സിങ്, ക്യാഷെ, ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ. ദെൻ എല്ലാ അൽഗോരിതത്തിലും പല ടൈപ്പ് അൽഗോരിതത്തിലും നമ്മൾ ഹാഷ് ഫങ്ഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഹാഷിംഗ് ടെക്നിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതി.